ഒരു മാസത്തിലേറെ നീണ്ട ആവേശ പ്രചാരണത്തിന് അതിലേറെ വലിയ കൊട്ടിക്കലാശം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് കൊടിയിറങ്ങുമ്പോൾ മൂന്ന് മുന്നണികളും ആവേശത്തിലാണ്. മൂന്ന് മുന്നണികളുടെയും പ്രവർത്തകരും നേതാക്കന്മാരും നടത്തിയ റോഡ് ഷോ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് അവസാനിച്ചു. വിവാദങ്ങൾക്കും അപ്രതീക്ഷിത ട്വിസ്റ്റുകൾക്കും ശേഷം തെരഞ്ഞെടുപ്പ് ആവേശം കൊടുമുടി കയറിയപ്പോൾ ജനക്കൂട്ടം അത്യാവേശത്തിലായി. വിവരങ്ങളുമായി ലിജോ വർഗീസാണ് പാലക്കാട് നിന്നും ചേർന്നത്. ലിജോ, അത്യന്തം ആവേശഭരിതം എന്ന് പറയാവുന്ന തരത്തിലുള്ള കാഴ്ചയായിരുന്നു പാലക്കാട് നിന്നും. നമ്മൾ എല്ലാവരും അത് കണ്ടു. എത്രമാത്രം ആവേശകരമായിരുന്നു മുന്നണികളുടെ ആ ഒരു ശക്തി പ്രകടനം? ബലാബലം പരീക്ഷിക്കുന്ന തരത്തിൽ മൂന്ന് മുന്നണികളും അത്യാവേശത്തോടുകൂടി ഇന്നിപ്പോൾ അവരുടെ കൊട്ടിക്കലാശം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ അവസാന ദിവസം പരസ്യ പ്രചാരണം അവസാനിപ്പിക്കുന്നതിൻ്റെ അവസാന മണിക്കൂറുകൾ ആർഭാടത്തോടെ തീർത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്നിനൊന്ന് മെച്ചം ബലാബലം പരീക്ഷിക്കുന്ന തരത്തിൽ മൂന്ന് മുന്നണികളും, അതായത് UDF-ഉം LDF-ഉം NDA-യും അവരുടെ ശക്തി മുഴുവൻ എടുത്തുകൊണ്ടുള്ള പ്രചാരണ പരിപാടികളുടെ അവസാനം കുറിക്കുന്നത് നമ്മളിന്ന് കണ്ടു. എല്ലാവരും സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് 5 മണിയോടുകൂടി എത്തുകയും അത് ഏതാണ്ട് 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ശക്തി പ്രകടനം, തങ്ങൾക്കൊപ്പം എത്ര ആളുകളുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അത് ഏതൊക്കെ തരത്തിൽ ആളുകൾക്ക് മുന്നിൽ പ്രകടിപ്പിക്കണമെന്നുള്ളതിൻ്റെ ഒരു കൃത്യമായ തയ്യാറെടുപ്പ് ഓരോ മുന്നണികളും നടത്തിയിരുന്നു. അതിൻ്റെ ആ കലാശക്കൊട്ടിൻ്റെ അവസാന ദിവസം അത് കാണുകയും ചെയ്തു. ഓരോ മുന്നണികളും അവരെ കൊണ്ട് കഴിയാവുന്ന അത്ര ആളുകളെ സംഭരിക്കുകയും ഒപ്പം തന്നെ പ്രധാനപ്പെട്ട നേതാക്കളെ അണിനിരത്തുകയും ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ പരസ്യ പ്രചാരണം അവസാനിപ്പിക്കുന്നത്. അതിന് അവർ ഓരോരുത്തരും ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്, അല്ലെങ്കിൽ ഈ ഓട്ടത്തിൽ ഞങ്ങൾ ഒപ്പത്തിനൊപ്പമാണ് എന്നുള്ള തരത്തിൽ എത്തിക്കാൻ ഓരോരുത്തർക്കും കഴിഞ്ഞു. ഒരാളും വിട്ടുകൊടുക്കാൻ തയ്യാറാവാത്ത തരത്തിലുള്ള ഒരു മത്സരത്തിൻ്റെ ചൂട് നമുക്ക് പാലക്കാട് നിന്ന് അനുഭവിക്കാൻ കഴിയും. അത്രത്തോളം ആവേശത്തോടു കൂടിയായിരുന്നു ഇന്ന് മൂന്ന് സ്ഥാനാർത്ഥികളും രംഗത്ത് വന്നത്. UDF-ന് വേണ്ടി കോൺഗ്രസിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിലും അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിന് വേണ്ടി LDF സ്വതന്ത്രനായി മത്സരിക്കുന്ന ഡോക്ടർ പി സരിനും അതോടൊപ്പം തന്നെ BJP-ക്ക് വേണ്ടി കൃഷ്ണകുമാർ എന്നിങ്ങനെ മൂന്ന് സ്ഥാനാർത്ഥികളെയും ഏറ്റവും ഭംഗിയായി അവതരിപ്പിക്കാൻ, അല്ലെങ്കിൽ അവസാന ദിവസവും ഈ അവസാനത്തെ ഓട്ടത്തിനിടയിലും അവരെ വളരെ കൃത്യമായി ഈ മത്സരത്തിൽ ഞങ്ങൾ ഒപ്പമുണ്ട് എന്ന് കാണിക്കുന്നതിന് മുന്നണികൾക്കും പാർട്ടികൾക്കും കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ഇന്നത്തെ ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അത്രത്തോളം ആവേശത്തോടുകൂടി മുഴുവൻ പ്രവർത്തകരെയും അണിനിരത്തിക്കൊണ്ട് മൂന്ന് മുന്നണികളും രംഗത്ത് വന്നു. പ്രധാന നേതാക്കൾ എല്ലാവരും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമായാലും പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രത്യേകിച്ച് ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള DCC പ്രസിഡന്റ് അടക്കമുള്ള, അതോടൊപ്പം തന്നെ ജില്ലയ്ക്ക് പുറത്തുള്ള കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ എല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആവേശം അണിനിരത്തി, അല്ലെങ്കിൽ ആവേശം വാരി വിതറിക്കൊണ്ട് പ്രവർത്തകർക്ക് മുൻപിലേക്ക് വരാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞു. സമാനമായി തന്നെ ഡോക്ടർ പി സരിന് വേണ്ടി ഇടത് സ്വതന്ത്രൻ എന്ന നിലയിലാണെങ്കിൽ പോലും CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന നിലയ്ക്ക് മന്ത്രിയായ MP രാജേഷും അതോടൊപ്പം തന്നെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ചേർന്ന്, അതോടൊപ്പം തന്നെ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള AK ബാലൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളും അണികളും ചേർന്നാണ് അവർ ഇന്ന് മുമ്പോട്ട് വന്നത്. അതിലെത്താൻ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പി സരിൻ്റെ ചിഹ്നമായിട്ടുള്ള സ്റ്റെതസ്കോപ്പും അതോടൊപ്പം തന്നെ പി സരിനെയും കുറേ കൂടി അവതരിപ്പിക്കുന്നതിന്, അല്ലെങ്കിൽ അത് വോട്ടർമാരുടെ മനസ്സിൽ ഉറപ്പിക്കുന്ന തരത്തിലുള്ള കൊടികൾ പരമാവധി കുറച്ചുകൊണ്ട് ഈ ചിഹ്നവും അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥിയുടെ ചിത്രവും കൂടുതൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണവും കൊട്ടിക്കലാശത്തിന് ആ തരത്തിലുള്ളൊരു അങ്ങനെ ഒന്ന് എക്സിബിറ്റ് ചെയ്യാനാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷം ശ്രമിച്ചത്. അത് വളരെ കൃത്യമായി അവർ അത് മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. NDA സംബന്ധിച്ചിടത്തോളം NDAയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രത്യേകിച്ച് ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കാണിച്ചു, അല്ലെങ്കിൽ മാറി നിൽക്കുന്നു എന്നുള്ള ആക്ഷേപം നേരിട്ട ആൾക്കാരാണ്. അവരെല്ലാവരെയും അണിനിരത്തിക്കൊണ്ട് എല്ലാവരും ഒരുമിച്ചാണ് എന്ന നിരക്കിൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ 28 കൗൺസിലർമാരാണ് ഇപ്പോൾ പാലക്കാട് BJP-ക്കുള്ളത്. അവരെല്ലാവരും അണിനിരത്തി എല്ലാവരും ഒറ്റക്കെട്ടാണെന്നുള്ള തോന്നിപ്പിക്കുന്ന തരത്തിൽ NDA-യുടെയും ശക്തി പ്രകടനം ഇന്ന് കണ്ടു. അങ്ങനെ എല്ലാ വിഭാഗത്തിലെ ആളുകളെയും അവരവരുടെ ശക്തി കാണിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുവരാൻ മൂന്ന് മുന്നണികൾക്കും കഴിഞ്ഞിട്ടുണ്ട്. 6 മണിയോടുകൂടി എല്ലാവരും പിരിഞ്ഞുപോയി. ഇനിയിപ്പോൾ പരസ്യ പ്രചാരണം കഴിഞ്ഞു. നാളെ ഒരു ദിവസം നിശബ്ദ പ്രചാരണമാണ്. മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് ആളുകളെത്തും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്രത്തോളം അത്യന്തം ആവേശം വിതറിക്കൊണ്ട് പലതരത്തിലുള്ള ടെസ്റ്റുകൾ, അതായത് പി സരിൻ ഇടത് സ്ഥാനാർത്ഥിയാകുന്നത് മുതലുള്ള ടെസ്റ്റുകൾ, ഏറ്റവും ഒടുവിലായി സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിൽ ചേരുന്നത് വരെയുള്ള എപ്പിസോഡുകൾ, അതിൽ പെട്ടി വിവാദം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ കോൺഗ്രസിനുള്ളിലെ കത്ത് വിവാദം തുടങ്ങി ഇടതുപക്ഷത്തിനുള്ളിലെ അസ്വാരസ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ NDA-യിൽ സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള അതിനു മുമ്പ് മറ്റ് നേതാക്കളുമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയ എല്ലാ വിഷയങ്ങളും ചർച്ചയ്ക്ക്
വന്ന് അത്രമാത്രം വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഒപ്പം തന്നെ മണ്ഡലത്തിലെ വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചർച്ച ചെയ്താണ് ഈ കൊട്ടിക്കലാശ ദിവസം അവിടേക്ക് എത്തുന്നത്. അങ്ങനെയുള്ള ഒരു ദിവസം ഏത് തരത്തിലാണ് ഇത്രയും വിഷയങ്ങൾ അവതരിപ്പിക്കുകയും ഇത്രയും ടെസ്റ്റുകൾ അവതരിപ്പിക്കുകയും ഇത്രയും രാഷ്ട്രീയ വ്യക്തമാണ്. അത്യന്തം ആവേശഭരിതം തന്നെയായിരുന്നു പാലക്കാട്ടെ കൊട്ടിക്കലാശം.